സുഹൃത്തുക്കളെ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അൻസുമോളും റയാൻകുട്ടനും പൂച്ചയായിട്ട് കളിയോടെ കളിയാട്ടോ. അവന് പൂച്ചയെന്ന് പറഞ്ഞാൽ ജീവനാണ് ഗൈസ്. ഇവിടെ വന്നപ്പോൾ അവനൊരു പൂച്ചയെ കിട്ടി. ആദ്യമൊക്കെ ഞാൻ സമ്മതിച്ചില്ലായിരുന്നു, പിന്നെ ഞാൻ സമ്മതിച്ചു. പൂച്ചയ്ക്ക് അവന് പേരിട്ടു, മാല അണിഞ്ഞു കൊടുത്തു, ഒരു കൂടുണ്ടാക്കി. വിറ്റിയതാണ് കേട്ടോ പൂച്ചയുടെ പേര്. പൂച്ചയായിട്ടാണ് അൻസുമോളും റയാൻകുട്ടൻ്റെയും കളികൾ. ഉപവാസമൊക്കെ ആയിരുന്നു പൂച്ചയ്ക്ക് വേണ്ടി. സമ്മതിക്കാത്തതുകൊണ്ട് പിന്നെ ഞാൻ സമ്മതിച്ചു. പൂച്ചയുള്ളത് കൊണ്ട് വീടിനകത്ത് അവൻ അടങ്ങി ഒതുങ്ങിയിരിക്കും. പൂച്ചയ്ക്ക് പാലും കൊടുത്ത് അതിനെ കളിപ്പിച്ച് വീടിനകത്ത് തന്നെ ഇരിക്കും. ഇല്ലെങ്കിൽ സൈക്കിൾ എടുത്തുകൊണ്ട് എപ്പോഴും പുറത്ത് പോയി ചവിട്ടലാണ്. ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. ഇതേ കൂടെ എടുത്ത് വെക്ക് നീ. അത് അവളുടെ ബെഡ് ആയതുകൊണ്ട് അവൾ താത്താന്ന് വയ്ക്കുന്നത്. അത് ബിറ്റിക്ക് ബെഡ് വേണ്ടേ? ബിറ്റിക്ക് ബെഡ് വേണ്ടേ? ബിറ്റിക്ക് ബെഡ് വേണ്ടേ? ബിറ്റിയുടെ നീയാണോ പുതിയ ബിറ്റി? നീ എന്നതിനാ ബിറ്റിയുടെ കൂടി കയറിയിരിക്കുന്നേ? അൻസുക്കുട്ടി, നീ എന്നതിനാ ബിറ്റിയുടെ കൂട്ടി കയറിയിരിക്കുന്നേ? അത് കിടന്ന് ഉറങ്ങട്ടെ. എണീക്ക് അവിടുന്ന്. ബിറ്റിക്ക് ബെഡ് കൊടുത്തേ. ബിറ്റിക്ക് ബെഡ് കൊടുക്ക്. ബിറ്റിക്ക് ബെഡ് കൊടുക്ക്. നിങ്ങളായി നിങ്ങളുടെ പാടാ. ഞാൻ ഫുഡ് എടുക്കട്ടെ.